ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഡേ 2 ആണ് മൂന്നാറിൽ. ഞങ്ങൾ റെഡിയായി നിൽക്കുവാണ്. എല്ലാം റെഡിയൊക്കെ ആയി, ഡ്രസ്സെല്ലാം ഇട്ടു. തണുപ്പുണ്ട് പക്ഷേ നല്ല രസമുണ്ട് ഇവിടുത്തെ ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ. ഞങ്ങൾ ഇനി നെക്സ്റ്റ് എങ്ങോട്ടോ പോവാണ്. എങ്ങോട്ടാന്നൊന്നും അറിയത്തില്ല, അത്തശ്ശിയുടെ ഇനി പോയി ചോദിക്കണം. ഓക്കേ, അപ്പം റൂമിൽ പോയി സാധനങ്ങളൊക്കെ ഇനി എടുക്കണം. ഇതാണ്ട് സാധനങ്ങളൊക്കെ എടുത്തിറങ്ങി. എൻ്റെ ബാഗ് തണ്ടേ. വാവച്ചി ഇവിടെ ഭയങ്കര അളുമ്പ്. അവൾക്ക് രാവിലെ കുറച്ച് ഛർദിക്കൊക്കെ ഉണ്ട് യാത്ര ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു ഗുളിക കൊടുക്കാൻ നേരത്ത് അത് നമ്മൾ കഴിക്കത്തില്ല. അങ്ങനെ വെള്ളത്തിൽ കലക്കി കൊടുത്തപ്പോൾ അതും അവൾക്ക് മനസ്സിലായി. അവൾക്ക് മുട്ടായി വേണമെന്നാണ് പറയുന്നത്. ഞാൻ ഷിഫായും സക്സസ്ഫുള്ളി റെസ്റ്റോറൻറ്റ് പുറത്തിറങ്ങി. ബാക്കി എല്ലാവരും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. വാവച്ചി ഇപ്പോഴും വഴക്കുണ്ടാക്കിക്കൊണ്ടൊക്കെ നിൽക്കുക. ചെറിയൊരു പാർക്ക് പോലെ ഉണ്ട് അവിടെ. ഞങ്ങൾ ഇന്നലെ രാത്രി മൊത്തം കളിക്കൊക്കെ ആയിരുന്നു. പക്ഷേ ഫോൺ ചാർജിലായിരുന്നുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതാണിപ്പം ഇവിടുത്തെ മോർണിംഗ് വ്യൂ. നല്ല രസമുണ്ട്. കൊച്ചായി ഷിഫായൊക്കെ ഇതാണ് നിൽക്കുന്നത്. ഗായ്സ്, ഞങ്ങൾ ഇനി വണ്ടി കയറാൻ പോവാ. ലഗേജൊക്കെ എടുത്ത് വെച്ചു. ഇനി ഞങ്ങൾ അടുത്ത പ്ലേസിലോട്ട് പോകാൻ പോവാ. അടുത്ത എങ്ങോട്ടാ പോണേ? അപ്പൊ അടുത്ത എങ്ങോട്ടാ തച്ചി പോന്നെ? അടുത്ത നമ്മൾ ഇരവികുളം നാഷണൽ പാർക്കിലേക്ക് വരയാടിനെ കാണാനും അറപ്പാറ കൂട്ടുകാരെ കാണാനും. ഓ, അപമാനം ഗായ്സ്. എവിടെ വന്നാലും എന്നെ അപമാനിക്കുവാണല്ലോ. ഓക്കെ, ഞങ്ങളിനി ഇരവികുളം നാഷണൽ പാർക്കിൽ പോകാൻ പോവാം. അവിടെ ഇപ്പോൾ സീസൺ അല്ല, നീലക്കുറിഞ്ഞിയുടെ സീസൺ അല്ല. പക്ഷെ വരയാടൊക്കെ ചിലപ്പോൾ കാണും. പിന്നെ അത്തച്ചി പറഞ്ഞ പോലെ വേറെ കുരങ്ങുകളൊക്കെ കാണുമായിരിക്കും. അബ്ദു താണ്ടേ, അബ്ദു ഭയങ്കര ഷോ ആയിട്ട് നിൽക്കുന്ന രാവിലെ തന്നെ. അങ്ങനെ എല്ലാവരും വണ്ടി കയറി. ഞങ്ങളാണെങ്കിൽ ഏറ്റവും ബാക്കിലാണ്. ഞാൻ ഷിഫായി. ഞങ്ങൾ കുറേ നേരം തപ്പി ഒരു ഹോട്ടലിൽ കിട്ടിയിട്ടുണ്ട്. ഇവര് ടൂറിന് ഇറങ്ങാൻ നേരത്തെ തീരുമാനിച്ച പോകുന്ന വഴിക്ക് മൊത്തം വെജിറ്റേറിയൻ ആയിരിക്കും, നോൺ വെജ് കുറവായിരിക്കും എന്ന്. അങ്ങനെ വെജിറ്റേറിയൻ ഹോട്ടലൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ നല്ല വെയിറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. വെയിലുണ്ട് ഇപ്പം. വാവച്ചിയാണെങ്കിൽ സന്തോഷത്തിലാണ് മുട്ടായി കിട്ടിയതിൻ്റെ. വാവച്ചിക്ക് സന്തോഷമായി. വാവച്ചിക്കാണ്ട് മുട്ടായി കിട്ടിയതിൻ്റെ സന്തോഷ. ഗായ്സ്, ഞങ്ങളിവിടെ കയറി. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ കയറി. ഇനി കഴിച്ചിട്ട് വീഡിയോ എടുക്കാം. അങ്ങനെ മൂന്നാർ വരെ വന്ന സ്ഥിതിക്ക് തേയിലയൊന്നും വാങ്ങാതെ എങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ തേയില വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഓരോ ഔട്ട്ലെറ്റിൽ കയറി ഞങ്ങൾ ഇനി തേയിലയൊക്കെ നോക്കാൻ പോവുക. ഇവർ നോക്കുന്നുണ്ട്. നേരത്തെ കയറി ചായ് ബസാറിൽ നിന്ന് കുറച്ച് ഫ്ലേവേർഡ് ആയിട്ടുള്ള ടീസ് ഒക്കെയാണ് വാങ്ങിച്ചത്. ഞാനൊരു ലിക്വിഡായിട്ടുള്ളൊരു ലിച്ചി ഗ്രീൻ ടീ വാങ്ങിച്ചായിരുന്നു, ഒരു ലിക്വിഡ് ബോട്ടിൽ. അത് വാങ്ങിച്ച് ഒരു നമ്മുടെ കോൾഡ് വാട്ടറിലൊക്കെ മിക്സ് ചെയ്ത് കുടിക്കുന്നത്. ഞങ്ങളങ്ങനെ അവിടെ നിന്ന് തന്നെ കോൾഡ് വാട്ടർ ബോട്ടിൽ വാങ്ങിച്ച് അത് മിക്സ് ചെയ്ത് കുടിച്ച് നോക്കി. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഒരു പൗഡേർഡ് ആയിട്ടുള്ളൊരു ബ്ലാക്ക് ടീ പീച്ച് ഫ്ലേവർ, അതങ്ങനെ ഉമ്മി വാങ്ങിച്ചു. അതും നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറച്ച് തിരിയില്ലേ മണം ഉള്ള, അത് അങ്ങനെ ഒരു സംഭവം വാങ്ങിച്ചു. പിന്നെ കുറച്ച് ടീ ബാഗ്സ്, ചെറിയൊരു പാക്കറ്റ് ടീ ബാഗ്സ് ഒക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പം അവർ തന്നെ അവരുടെ തന്നെ ഒരു സ്റ്റോറിൻ്റെ ഹോൾസെയിൽ മാർക്കറ്റ് അങ്ങനെ വന്നിരിക്കുകയാണ്, ഒരു ബൾക്കായിട്ട് എടുക്കാൻ. ഓക്കെ, ഇതാണ്ട് ഇവരെല്ലാവരും ഇവിടെ ഉണ്ട്. കയറുന്നേ ഉള്ളൂ ഇവർക്ക്. കുഞ്ഞാളിപ്പോഴും ആ മുട്ടായി കഴിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഞങ്ങൾ അങ്ങനെ തേയിലയൊക്കെ വാങ്ങിച്ചു. ഇനി തിരിച്ച് കാറിൻ്റെ അങ്ങോട്ട് പോവുക. എന്നിട്ട് നേരെ
ഇരവിക്കുളം പോന്നോ എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവര് പോന്നോ എന്തോ. ഇവര് കൊറേ തേയിലയൊക്കെ വാങ്ങാനാണ് പോകുന്നത്. അയ്യോ തേയില. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങളൊരു ഹിൽ വ്യൂ പോയിന്റിലോട്ട് പോവാ. ഇപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അയ്യോ, കാറ് താഴെ പാർക്ക് ചെയ്തിട്ട് ഇപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഇനി ഇരവിക്കുളത്തോട്ട് പോകുന്നില്ല. അവിടെ ആണെങ്കിൽ ഒരു സീസണിൽ പോയാലേ കാര്യമുണ്ട്. അപ്പം ഇവരൊക്കെ ഇതിൻ്റെ തേരി കണ്ട് ഞെട്ടി. അയ്യോ, ഇന്നലെ ഇട്ടിരുന്ന ആ ഷൂ തന്നെ ഇട്ടാൽ മതിയായിരുന്നു. ഇനി അങ്ങ് എത്തിയിട്ട് ഞാൻ എടുക്കാൻ കഴിച്ചു, അല്ലെങ്കിൽ ഞാനും വീഴും, ഫോണും വീഴും. ഓക്കെ ഗായ്സ്, കുറച്ചെത്തിയതേ ഉള്ളൂ, ഇനിയും ഉണ്ട് അങ്ങോട്ട്. ഇതൊരു ടോപ്പ് ഹിൽ വ്യൂ പോയിന്റ് തന്നെ. ഗായ്സ്, ഞാൻ കുട എടുത്തോണ്ടാ വന്നേ, ചൂട് കാണുമെന്ന് പറഞ്ഞു. വെയിൽ നേരത്തെ ഇറങ്ങിയപ്പോൾ വെയിലുണ്ടായിരുന്നു. ഇതിൻ്റെ ഒരാവശ്യമില്ല. ഇവിടെ നല്ല തണുപ്പ്, കയറും തോറും തണുപ്പ് കൂടുക, ഉയരം കൂടുന്തോറും തണുപ്പ് കൂടുന്നു. ഗൈസ്, നടക്കാനും വയ്യ, നെഞ്ചൊക്കെ പടപടാന്നിരിക്കുന്നു. അങ്ങോട്ട് കാണിക്കാം, അവിടെയൊക്കെ കാണിക്കാം വ്യൂ പോയിന്റൊക്കെ. ഇനി ഏറ്റവും മണ്ടേ കയറിയിട്ട് കാണിക്കാം ഗൈസ്. അങ്ങനെ ഏതാണ്ട് ഇവിടം വരെ എത്തി. ഇവിടെ കയറിയപ്പോൾ അവിടെ വരെ കയറിയപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ അവിടെ വരെ ഉള്ളൂ, പിന്നെ വിചാരിച്ചാൽ ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ കയറിയപ്പോൾ കാണാം അങ്ങോട്ട്. ഇതൊക്കെ ആര് കയറും? ആ വന്ന വഴി മാത്രമേ ഉള്ളൂ, വേറെ വഴി തിരിച്ചു പോകുന്ന അമ്മച്ചിന്ന് പറഞ്ഞേ. പക്ഷെ വേറെ വഴിയൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഞാനാണ് ഈ സ്ഥലം പറഞ്ഞു കൊടുത്തത്, ഗൂഗിളിൽ നോക്കി. ഇവർ വയ്ക്കാം വേറെ സ്ഥലമൊന്നും എനിക്കില്ലേന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല കിടിലൻ വ്യൂ. കിടിലൻ മൂന്നാറിൻ്റെ ഒരു ഹാഫോളം തേയിലത്തോട്ടം കാണാം. കാണിച്ചു കൊടുത്തേ. അവിടെ അങ്ങനെ ആ പച്ചപ്പായിട്ട് കിടക്കുന്ന മലയൊക്കെ തേയിലത്തോട്ടമാണ്. നല്ല രസമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വഴിയും കാണാം, അതിൻ്റെ ഇടയ്ക്കോടുള്ള വഴിയൊക്കെ നല്ല രസമുണ്ട്. അവിടെ എന്തോന്ന് കാണുന്നുണ്ട്, സൂം ചെയ്യാൻ പറ്റുമോ ഗൈസ്? ഞാൻ എവിടെയാണ് പോയത്? അവിടെ അവിടെ തന്നെ ഇവിടെ എന്തോ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വേറെന്തോ പ്ലേസാണ്. ഇനി അവിടെ പോയാലോ? നല്ല രസമുണ്ട്. കുറച്ച് ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്യണ്ടേ? ഓക്കെ ഗൈസ്, നല്ല രസമുണ്ട് ഗൈസ്. വൗ, എൻ്റെ പൊന്നോ, എത്ര സ്ഥലങ്ങളാണെന്നുണ്ട്. ഫുൾ വൗ, മൂന്നാർ സിറ്റി ഗൈസ്. അതും ഇതും കൂടെ കയറിയാലോ? ഞാൻ കാണിച്ചെന്ന ഹിൽ വ്യൂ പോയിന്റ് എങ്ങനെയുണ്ട്? അടിപൊളി. കൊച്ചെങ്ങനെയുണ്ട് കൊച്ചാ? ഞാനേ ഒന്നും പറയുന്നില്ല, അത്തച്ചി ഒന്നും പറയാനില്ല. ഇവിടെ ഒരു കുരുട്ട് താണ്ടേ. വാവച്ചി ഇങ്ങോട്ട് വന്നേ. വാവച്ചി പ്രതിഷേധം അറിയിക്കുന്നു. ഓക്കെ, അതിശക്തിയോടെ അടുത്ത മലയും കയറാൻ പോവാന്ന് പറഞ്ഞ് പോവാണ്. ഞാനും പോവാൻ പോവാ ഉമ്മയുടെ കൂടെ. ഉമ്മയുടെ പാത തുടർന്ന് ഞങ്ങളും പോവാൻ പോവുക. അവരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അവർ മൂന്നേരം അവിടെ ഇരിക്കും, അത്തച്ചിയും കൊച്ചായും പിന്നാനായും. ഓക്കെ, അയ്യോ തെന്നുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കാണിച്ചു. അവളുടെ അണ്ണൻ പൊക്കി. വാവച്ചി ഇവിടെ മതിയാക്കുവാന്ന് പറയുന്നു. പക്ഷെ കൊച്ചാണെങ്കിൽ വല്ലിയിൽ വരണ്ടെന്ന് പറഞ്ഞ് വഴി നയിക്കാൻ പോവുക. അടുത്തത് ഞങ്ങളും പോവാൻ പോവാ. അയ്യോ, ഇവിടെ കയറിയപ്പോൾ കുറച്ചും കൂടെ നല്ല വ്യൂ ആയി.
പ്രതീക്ഷയോടെ വന്ന് ഇവിടെ തന്നെ കഴിഞ്ഞ്. അയ്യോ, അവരെ കാണാം നമുക്ക്. അവർ പക്ഷെ കുറേ ഡിസ്റ്റൻസിലാണ്. വാവ് ഗൈസ്, ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇസ് അറൈവ്ഡ്. കൊള്ളാം, കുറേ മലകൾ ഇവിടെ നിന്ന് കാണാം. ശ്വാസം കിട്ടുന്നില്ല. അയ്യോ, ഇവിടുന്ന് അങ്ങോട്ട് വേറെ മലയൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. ബട്ട് ഇനിയും ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. കുറച്ച് വൈൽഡായിട്ട് നിൽക്കുന്നുണ്ട്. വേറെ ആൾക്കാരും ഇല്ല, ഞങ്ങൾ മാത്രം. ഞങ്ങൾക്കാന്ന് തോന്നുന്നു രാവിലെ തന്നെ ഇത്ര ഇത്. ഓക്കെ ഗായ്സ്, ഞങ്ങൾ ഇനി ഇവിടുന്ന് തിരിച്ചിറങ്ങി പോകാൻ പോവാ. ആക്കി ഇനി അടുത്ത ഏത് പ്ലേസിലോട്ടാണോ എന്തോ പോകുന്നത്. പക്ഷേ നല്ല രസമുണ്ട് ഇവിടെ. ഇനി തിരിച്ചിറങ്ങി പോകാൻ പോവാം. അത്തച്ചയൊക്കെ തോന്നുന്നു അവിടെ. അങ്ങോട്ട് പോകാൻ പോവാ. ഇവിടുന്ന് കാണാം അവരെ കുഞ്ഞു മനുഷ്യരായിട്ടിരിപ്പുണ്ട്. അങ്ങോട്ട് ഇറങ്ങി പോകാൻ പോവാ. ഇനി ഇവിടുന്ന് താഴെ ഇറങ്ങി പോയിട്ട് ഇനി കാറിൻ്റെ അവിടെ എത്തിയിട്ടേ വീഡിയോ എടുക്കുന്നുള്ളൂ. കാരണം നല്ല ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ച് വഴിയാണ്. കൊച്ചു പിള്ളേരും കൂടെ ഉള്ളതുകൊണ്ട് തെന്നുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ചെരുപ്പ് തണ്ട തെന്നുന്നുണ്ട്. ഷൂ ഇടണ്ടായിരുന്നു, ഷൂ ഇട്ടില്ല. ഇനി കാറിൻ്റെ അവിടെ പോയി ഷൂ ഇടാൻ പോകുക എന്തോരം അടുത്ത ഇങ്ങനെ പ്ലേസ് വല്ലതും ഉണ്ടെങ്കിൽ. അബ്ദുവിൻ്റെ കൂടെ ഇറങ്ങി വന്ന ആള്. വാവച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? പറ, എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളത്തിലാന്നോ? അവിടം വരെ വാവച്ചി പോയി. ഇവിടം വരെ കേറി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങണം. വാവച്ചി ഇനി ആരുടെ കൂടെ യാത്ര ചെയ്യുന്നേ? അബ്ദുവിന്റെ കൂടെ തന്നെയാണോ? ഇതെന്താ നാണം വാവച്ചി? ഞാൻ വണ്ടിയുടെ അടുത്തേ പോയി എടുക്കൂന്ന് പറഞ്ഞിട്ട് അത്തച്ചി ഇരുന്ന സ്ഥലത്ത് നമുക്ക് വീണ്ടും എടുത്തു തുടങ്ങി. മുടി അഴിച്ചിട്ടേക്കുന്നില്ല, കെട്ടിയിട്ട് താഴോട്ട് പോകാം. കംപ്ലീറ്റഡ് ഗൈസ്, കംപ്ലീറ്റഡ്. ഇനി ഞങ്ങൾ കാറിൻ്റെ അവിടെ പോകാൻ പോവാ. ഒരു ചെറിയ ആഗ്രഹവും സാധിച്ചു. ഇതേപോലെ മലയൊക്കെ കയറാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഷൂ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് കയറിയേനെ, ഇറങ്ങിയേനെ. പക്ഷേ ഇത് ഇച്ചിരി ചറക്കുന്ന ചെരുപ്പാ. അങ്ങനെ ഞാൻ ഈ മലയും കയറി ഇറങ്ങി. അതെ, വലിയൊരു ടാസ്ക് ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. അയ്യോ, തിരിച്ചിറങ്ങുന്നതൊക്കെ നല്ല രസമായിരുന്നു. അയ്യോ, ഉമ്മയാണ് ഫസ്റ്റ് ഇറങ്ങി കഴിഞ്ഞത് ഗൈസ്. അങ്ങോട്ട് കയറിയത് ഉമ്മി ഫസ്റ്റ് ഒക്കെ ആയിരുന്നു. തിരിച്ചിറങ്ങിയത് ഉമ്മി ആദ്യമേ ഇറങ്ങി. ഇല്ലാതെ തന്നെ ഉമ്മി. ഗൈസ്, അങ്ങനെ ഫോട്ടോ പോയിന്റ് അവിടെ നിന്ന് കുറച്ചും കൂടെ ഞങ്ങൾ ദൂരോട്ട് വന്ന് നല്ല രസമുണ്ട്. തേയില തോട്ടം. അങ്ങനെ ക്യാരറ്റ് വാങ്ങുവാണ് അത്തച്ചി. ഇതൊന്ന് പിടി എനിക്ക്. അബ്ദുവിന് നിക്ക് ഗൈസ്, അങ്ങനെ കോൺ കഴിക്കുകയാണ് ഞങ്ങൾ. ചൂടോടെ കഴിക്കുന്നു. മാട്ടുപ്പെട്ടി ഡാമിന്റെ സൈഡിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷെ ചെറിയൊരു മഴ പോലെയൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ ഈ പ്ലേസ് ഒക്കെ വന്നതായിരുന്നു. ഞാൻ വന്നതായിരുന്നു ഞങ്ങളുടെ 10ന്റെ ടൂറിന്. ട്യൂഷൻ സെന്ററിൽ നിന്ന് വന്നതായിരുന്നു ഈ സൈഡൊക്കെ. ഞാൻ അങ്ങനെ ആ ഒരു ഓർമ്മയിലാണ് ഇവരെ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നത്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്, ബോട്ട്സ് ഒക്കെ ഉണ്ട്. ബോട്ട്സ് അങ്ങനെ ഇനി ഡാമിൻ്റെ അങ്ങോട്ട് പോകാൻ പോവുക. അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ഗായ്സ്, ഇത് ഡാം വ്യൂ പോയിന്റ്. അവിടെ ബോട്ടിങ്ങിന്റെ ഇത് മാങ്ങ ഗായ്സ്. വഴി കാണുന്ന എല്ലാം വാങ്ങിച്ചു തിന്നോ ഞങ്ങൾ. ഇപ്പൊ ക്യാരറ്റ് വാങ്ങിച്ചു തിന്നു, കോൺ വാങ്ങിച്ചു തിന്നു.
മാങ്ങ. നമുക്ക് തിരിച്ചു വരുമ്പോ കയറാം മോളെ. മോളെ ഞങ്ങൾ അങ്ങനെ ഡാമിന്റെ അങ്ങോട്ട് നടന്നില്ല, ഇവർക്കൊന്നും നടക്കാൻ വയ്യാന്ന്. തിരിച്ചു വരുമ്പോ അങ്ങോട്ട് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ രണ്ടുപേരും വഴക്കായി ഒരു ജ്യൂസിന് വേണ്ടി. തിരിച്ചു പോവാ ഗായ്സ്. അങ്ങനെ മൂന്നാർ നിന്നുണ്ട് മഴ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഡാമിന്റെ അങ്ങോട്ടും പോവാൻ പറ്റിയില്ല. പിന്നെ വേറെ എവിടെയും കയറുന്നില്ല. ഇനിയിപ്പോ നേരെ എറണാകുളം പോവാന്ന് തോന്നുന്നു. എറണാകുളത്ത് പോയിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കാണാം. ഇതിപ്പം ഫുള്ള് മഴയാ, ഇനി എവിടെ ഇറങ്ങിയാലും നനയാന്ന് മാത്രം. ഓക്കേ, ഞങ്ങളാണെങ്കിൽ അങ്ങനെ ഒരു ഫോട്ടോ പോയിന്റിൽ ഇറങ്ങി. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് മഴയുണ്ട്, എന്നാലും കുറച്ച് ചാറി ചാറി നിൽക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഫോട്ടോ പോയിന്റിന്റെ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ചോക്ലേറ്റ്സും വാങ്ങിച്ചു. മൂന്നാർ ചോക്ലേറ്റ്സ്. ഇതിന്റെ ഒരു 2 ബോക്സും പിന്നെ ഒരു മിനി ബോക്സ്. അത് ഞങ്ങൾക്ക് ഇപ്പൊ കഴിക്കാൻ. ഇതൊക്കെ കഴിക്കാൻ പോകണം. ഇത്രയും നേരം ഞാൻ ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു, കാരണം ഇത്രയും നേരം ഞാൻ വ്ളോഗ് എടുത്തെങ്കിലും ഇത്രയും നേരം എന്റെ മനസ്സിന്റെ ഉള്ളിൽ റിസൾട്ട് വരുമല്ലോ എന്നായിരുന്നു. ഇത്രയും നേരം അങ്ങനെ റിസൾട്ട് വന്നു. എനിക്ക് ഫുൾ A+ ഉണ്ട് ഗായ്സ്. ഇപ്പഴാ ഒരു സമാധാനമായത്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലെത്തി. ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ നിൽക്കുവാണ്, അതിൻ്റെ പാത്ത് വേയിൽ നിൽക്കുവാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുക, ഇവിടെ ഇരിക്കുവാണ്. ഇപ്പം എത്തിയതേ ഉള്ളൂ കൊച്ചിയിൽ. ഇനി ഇവിടുന്ന് ഇവിടെയും സ്റ്റേ ഉണ്ട്, കൊച്ചിയിലും സ്റ്റേ ഉണ്ട്. അങ്ങനെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഏതെങ്കിലും റൂം നോക്കണം. ഫോണൊക്കെ ഏകദേശം ചാർജ് തീരാറായി, അതുകൊണ്ട് ഐ തിങ്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് ഞാൻ എൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ ഗായ്സ്, ഇത്രയും നേരം വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.